ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ടോപ്പിക്ക് ഓഡിറ്റിംഗിലെ SA610 ആണ്. SA610 യൂസ് ഇൻ ദി വർക്ക് ഓഫ് ഇന്റേണൽ ഓഡിറ്റർ ആണ്. അത് ഇന്റേണൽ ഓഡിറ്ററിൻ്റെ വർക്ക് എക്സ്റ്റേണൽ ഓഡിറ്റർ യൂസ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ആ ടോപ്പിക്കാണ് SA610 പറയുന്നത്. ഇവിടെ ഫസ്റ്റ് വൺ ഇന്റേണൽ ഓഡിറ്റ് ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ ആണ് പറയുന്നത്. അത് നോക്കാം നമുക്ക്. ഇന്റേണൽ ഓഡിറ്റ് ഫംഗ്ഷൻ റെഫേഴ്സ് ടു a function of an entity that performs assurance and consulting activities designed to evaluate and improve the effectiveness of entity's governance, risk management and internal control process. ഇന്റേണൽ ഓഡിറ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ആ എൻറ്റിറ്റി ഒരു ഫംഗ്ഷൻ ആണ്. ഫംഗ്ഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു എൻറ്റിറ്റിയിൽ പല പല ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ടാവും. എന്ന് വെച്ചാൽ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും, ദെൻ മാർക്കറ്റിംഗ് തന്നെയാണ് സെയിൽസ് ഡിപ്പാർട്ട്മെന്റ്, ദെൻ IT ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും. അങ്ങനെ കുറേ ഡിപ്പാർട്ട്മെന്റ് അങ്ങനത്തെ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഇന്റേണൽ ഓഡിറ്റ് ഫംഗ്ഷൻ എന്ന് വെച്ചാൽ ഇന്റേണൽ കൺട്രോളിന് വേണ്ടി മാത്രമായിട്ടൊരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും. അതാണ് ഇന്റേണൽ ഓഡിറ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് ആൻ എൻറ്റിറ്റി ദാറ്റ് പെർഫോംസ് അഷുറൻസ് ആൻഡ് കൺസൾട്ടിങ് ആക്ടിവിറ്റീസ്. അഷുറൻസ് എന്ന് പറയുന്നത് ഒപ്പീനിയൻ കൊടുക്കുക, എക്സ്പ്രസിങ് ആൻ ഒപ്പീനിയൻ. നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ പഠിക്കുന്നുണ്ട് അഷുറൻസ്. സോ അതുതന്നെയാണ് ഇവിടെ ഒരു ഒപ്പീനിയൻ എക്സ്പ്രസ് ചെയ്യുകയും. ആൻഡ് കൺസൾട്ടിങ് ആക്ടിവിറ്റി മീൻസ് നമ്മൾ സജഷൻസ് കൊടുക്കുക, എന്തൊക്കെ സജഷൻസ് വേണം, അതാണ് ദാറ്റ് പെർഫോംസ് അഷുറൻസ് ആൻഡ് കൺസൾട്ടിങ് ആക്ടിവിറ്റീസ്. അതിന് CA എന്നും പറഞ്ഞ് ഓർത്ത് വെച്ചാൽ CA ആക്ടിവിറ്റീസ്. എന്ത് ആക്ടിവിറ്റീസ് ആണ്? CA ആക്ടിവിറ്റീസ്. അതാണ് കൺസൾട്ടിങ് ആൻഡ് അഷുറൻസ് ആക്ടിവിറ്റീസ് ഡിസൈൻഡ് ടു ഇവാലുവേറ്റ് ആൻഡ് ഇംപ്രൂവ് ദി എഫക്റ്റീവ്നെസ് ഓഫ് ദി എൻറ്റിറ്റീസ് ഗവർണൻസ്, റിസ്ക് മാനേജ്മെന്റ് ആൻഡ് ഇന്റേണൽ കൺട്രോൾ പ്രോസസ്. എൻറ്റിറ്റിയിലുള്ള ഗവർണൻസ് ഉദ്ദേശിക്കുന്നത് മാനേജ്മെന്റ് ഓപ്പറേറ്റിംഗ് സ്റ്റൈൽ എങ്ങനെയാണ് അതാണ്. സോ എൻറ്റിറ്റിയുടെ ഗവർണൻസ്, അവരുടെ റിസ്ക് മാനേജ്മെന്റ്, ഇന്റേണൽ കൺട്രോൾ പ്രോസസ് എല്ലാം ഇംപ്രൂവ് ചെയ്യാനും ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള എൻറ്റിറ്റിയിലെ ഒരു ഫംഗ്ഷൻ ആണ് എന്തെന്ന് പറയുന്നത് ഇന്റേണൽ ഓഡിറ്റ് ഫംഗ്ഷൻ. അത് പറയുന്നത് അത് അഷുറൻസ് ആൻഡ് കൺസൾട്ടിങ് ആക്ടിവിറ്റീസ് ആണ് പെർഫോം ചെയ്യുന്നത്. ബട്ട് അത് എന്തിനു വേണ്ടിയാണ്? ഫോർ ഇവാലുവേറ്റിംഗ് ആൻഡ് ഇംപ്രൂവ് ദി എഫക്റ്റീവ്നെസ് ഓഫ് ദി എൻറ്റിറ്റീസ് ഗവർണൻസ്, റിസ്ക് മാനേജ്മെന്റ് ആൻഡ് കൺട്രോൾ പ്രോസസ്. അതിനെ നമ്മൾ ഗ്രിപ്പ് എന്ന് പറയുന്നത് ന്യൂമോണിക്സ്, ഗ്രിപ്പ് എന്ന് ഓർത്ത് വെച്ചാൽ മതി. ഗവർണൻസ്, റിസ്ക് മാനേജ്മെന്റ്, ഇന്റേണൽ കൺട്രോൾ പ്രോസസ്. ഓക്കെ, അതാണ് ഇന്റേണൽ ഓഡിറ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഒരു എൻറ്റിറ്റിയുടെ ഫംഗ്ഷൻ ആണ്. അത് പെർഫോം ചെയ്യുന്ന CA ആക്ടിവിറ്റീസ്, അഷുറൻസ് ആൻഡ് കൺസൾട്ടിങ് ആക്ടിവിറ്റീസ്. CA മീൻസ് കൺസൾട്ടിങ് ആൻഡ് അഷുറൻസ് ആക്ടിവിറ്റീസ് ഡിസൈൻ ടു ഇവാലുവേറ്റ് ആൻഡ് ഇംപ്രൂവ് ദി എഫക്റ്റീവ്നെസ് ഓഫ് ദി എൻറ്റിറ്റീസ് ഗവർണൻസ്, റിസ്ക് മാനേജ്മെന്റ് ആൻഡ് ഇന്റേണൽ കൺട്രോൾ പ്രോസസ്. എൻറ്റിറ്റിയുടെ ഗവർണൻസ്, റിസ്ക് മാനേജ്മെന്റ്, ഇന്റേണൽ കൺട്രോൾ പ്രോസസ് എല്ലാം ഇവാലുവേറ്റ് ചെയ്യാൻ, ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയാണ് ഇന്റേണൽ ഓഡിറ്റ് ഫംഗ്ഷൻ എന്ന ഒരു ഫംഗ്ഷൻ, എൻറ്റിറ്റിയിലെ ഒരു ഫംഗ്ഷൻ ആണത്. ഓക്കെ, നെക്സ്റ്റ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് സ്കോപ്പ് ഓഫ് ദി ഇന്റേണൽ ഓഡിറ്റ് ഫംഗ്ഷൻ. ഈ ഇന്റേണൽ ഓഡിറ്റ് ഫംഗ്ഷന്റെ ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ സ്കോപ്പ് എന്താണ്? അത് തന്നെയാണ് ഗ്രിപ്പ്. ഒബ്ജക്റ്റീവ്സ് ആൻഡ് സ്കോപ്പ് ഓഫ് ദി ഇന്റേണൽ ഓഡിറ്റ് ഫംഗ്ഷൻ ഗ്രിപ്പ് തന്നെയാണ്. എന്ന് വെച്ചാൽ ഗവർണൻസ്, റിസ്ക് മാനേജ്മെന്റ്, ഇന്റേണൽ കൺട്രോൾ പ്രോസസ്. സോ ഫസ്റ്റ് വൺ നമ്മൾ നോക്കണ ആക്ടിവിറ്റീസ് ഒബ്ജക്റ്റീവ്സ്. ഇന്റേണൽ ഓഡിറ്റ് ഫംഗ്ഷന്റെ ഫസ്റ്റ് ഒബ്ജക്റ്റീവ് ആണ് ആക്ടിവിറ്റീസ് റിലേറ്റഡ് ടു ഗവർണൻസ്. ഗവർണൻസ് പറഞ്ഞു, ഞാൻ പറഞ്ഞു മാനേജിന്റെ ഓപ്പറേറ്റിംഗ് സ്റ്റൈൽ എന്താണ്, അതാണ് ഗവർണൻസ് എന്ന് ഉദ്ദേശിക്കുന്നത്. സോ അവിടെ നടക്കുന്ന ആക്ടിവിറ്റി എന്താണെന്ന് നോക്കാം. The internal audit function may assess the governance process in its accomplishment of objectives. എന്ന് വെച്ചാൽ ഇന്റേണൽ ഓഡിറ്റ് ഫംഗ്ഷൻ അസസ് ചെയ്യും വെദർ ദേ ആർ ഏബിൾ ടു അച്ചീവ് ദർ ഗോൾ. അവരുടെ ഗോൾ അവർക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ആർക്ക് മാനേജ്മെന്റിന് അച്ചീവ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് ഇന്റേണൽ ഓഡിറ്റ് ഫംഗ്ഷൻ എന്ത് ചെയ്യും? അസസ് ചെയ്യും. ഓൺ എത്തിക്സ് ആൻഡ് വാല്യൂസ്, performance management and accountability, communicating risk and control information to appropriate areas of organization, and effectiveness of communication among those charged with the governance, external and internal auditor and management. അതാണ് ഇവിടെ പറയുന്നത്. ഇത് EPC എന്ന് പറഞ്ഞ് പഠിച്ചു വെച്ചാൽ EPC. E means ethics and values, P performance management and accountability, C communicate risk and control information to appropriate areas of organization, and effectiveness of communication among the TCWG, internal external auditor and management. So in our activities related to governance എന്ന് വെച്ചാൽ മാനേജ്മെന്റ് അവരുടെ ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റുന്നു, വെദർ ദേ ആർ ഏബിൾ ടു അക്കംപ്ലിഷ് ദർ ഒബ്ജക്റ്റീവ്സ്, അക്കംപ്ലിഷ്മെന്റ് ഓഫ് ദ ഗോൾസ്, അതാണ് ഇവിടെ പറയുന്നത്. അതിൽ ഓൺ എത്തിക്സിലൂടെയാണോ അത് പെർഫോം ചെയ്ത് പോകുന്നത്, പെർഫോമൻസ് മാനേജ്മെന്റ് എങ്ങനെ, അക്കൗണ്ടബിലിറ്റി, റിസ്ക്, അതെല്ലാം ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ കറക്റ്റായിട്ട് എല്ലാവർക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അതൊക്കെ അവിടെ നമ്മൾ എന്ത് ചെയ്യും? അസസ് ചെയ്യും. ഇന്റേണൽ ഓഡിറ്റ് ഫംഗ്ഷൻ അത്. ദെൻ നെക്സ്റ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ആക്ടിവിറ്റീസ് റിലേറ്റിംഗ് ടു റിസ്ക് മാനേജ്മെന്റ്.
ഇതെന്താന്ന് വെച്ചാൽ the internal audit function may assist the entity by identifying and evaluating significant exposure to a risk and contributing to the improvement of risk management and internal control. ഓക്കെ, ഇതെന്താണെന്ന് വെച്ചാൽ ഇന്റേണൽ ഓഡിറ്റ് ഫംഗ്ഷൻ എൻഡിറ്റീനെ അസിസ്റ്റ് ചെയ്യും എന്ന് വെച്ചാൽ മാനേജ്മെന്റിനെ അസിസ്റ്റ് ചെയ്യും. എന്തിനു വേണ്ടി? അവിടെ എന്തെങ്കിലും റിസ്ക് വരുന്നുണ്ട്, റിസ്ക് ഐഡന്റിഫൈ ചെയ്യാനും റിസ്ക് ഇവാലുവേറ്റ് ചെയ്യാനും എങ്ങനെയൊക്കെയാണ് അത് ഒഴിവാക്കാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം, അതെല്ലാം ഇന്റേണൽ ഓഡിറ്റ് ഫംഗ്ഷൻ നമ്മൾ അസിസ്റ്റ് ചെയ്യും. അതൊന്ന്. പിന്നെ റിസ്ക് മാനേജ്മെന്റ് എങ്ങനെയൊക്കെ ഇംപ്രൂവ് ചെയ്യാം അതെല്ലാം ഇന്റേണൽ കൺട്രോൾ അവിടെ അസിസ്റ്റ് ചെയ്യും. ആരെ? എൻഡിറ്റീനെ. ദെൻ നെക്സ്റ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ആക്ടിവിറ്റീസ് റിലേറ്റീവ് ടു ഇന്റേണൽ കൺട്രോൾ ആണ്. ആക്ടിവിറ്റീസ് റിലേറ്റീവ് ടു ഇന്റേണൽ കൺട്രോൾ, ഇവാലുവേഷൻ ഓഫ് ഇന്റേണൽ കൺട്രോൾ. അതിൽ 4 പോയിന്റ്സ് ഉണ്ട്. ആക്ടിവിറ്റീസ് റിലേറ്റീവ് ടു ഇന്റേണൽ കൺട്രോൾ. ഹൂ ഈസ് റെസ്പോൺസിബിൾ ഫോർ മെയിൻറ്റെയിനിങ് ദി ഇന്റേണൽ കൺട്രോൾ? മാനേജ്മെന്റ്. ഹൂ ഈസ് ഇംപ്ലിമെന്റിങ് ഇന്റേണൽ കൺട്രോൾ? മാനേജ്മെന്റ് ആണ് ഇന്റേണൽ കൺട്രോൾ ഇംപ്ലിമെന്റ് ചെയ്യണം. സോ അത് ആരാണ് ഇവാലുവേറ്റ് ചെയ്യേണ്ടത്? ഇന്റേണൽ ഓഡിറ്റർ ആണ് ആ ഇന്റേണൽ കൺട്രോൾ എന്ത് ചെയ്യുക? ഇവാലുവേറ്റ് ചെയ്യും. ഇന്റേണൽ കൺട്രോൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് മാനേജ്മെന്റ് ആണ്, ബട്ട് അത് ഇവാലുവേറ്റ് ചെയ്യുന്നത് ആരാണ്? ഇന്റേണൽ ഓഡിറ്റർ ആണ്. സോ എന്ന് വെച്ചാൽ എൻഡിറ്റിയുള്ള ഓഡിറ്റർ, എക്സ്റ്റേണൽ ഓഡിറ്റർ അല്ല. സോ ഇവാലുവേഷൻ ഓഫ് ഇന്റേണൽ കൺട്രോൾ ആര്? ഇന്റേണൽ ഓഡിറ്റർ ആണ് ഇന്റേണൽ കൺട്രോൾ ഇവാലുവേറ്റ് ചെയ്യുന്നത്. ദി ഇന്റേണൽ ഓഡിറ്റ് ഫംഗ്ഷൻ മേ ബി അസൈൻഡ് specific responsibility for reviewing controls, evaluating the operations and recommending improvements. എന്ന് വെച്ചാൽ ഇന്റേണൽ ഓഡിറ്റ് ഫംഗ്ഷൻ എന്ത് ചെയ്യും? ഇന്റേണൽ ഓഡിറ്റർ ഒരു സ്പെസിഫിക് റെസ്പോൺസിബിലിറ്റി ഉണ്ട്, അവർക്ക് അവരുടേതായ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ആ കൺട്രോൾ റിവ്യൂ ചെയ്യുക, ആ ഓപ്പറേഷൻസ് എല്ലാം ഇവാലുവേറ്റ് ചെയ്യുക, എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ പറയുക, അതൊക്കെ ഇന്റേണൽ കൺട്രോളിന്റെ ഭാഗമായിട്ട് ഇന്റേണൽ ഓഡിറ്റർ ചെയ്യുന്നതാണ്. Then next point ആണ് എക്സാമിനേഷൻ ഓഫ് ഫിനാൻഷ്യൽ ആൻഡ് ഓപ്പറേറ്റിംഗ് ഇൻഫർമേഷൻ. എന്ന് വെച്ചാൽ ഫിനാൻഷ്യൽ അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് നടക്കുന്ന ഇൻഫർമേഷൻ എല്ലാം എന്ത് ചെയ്യുക? എക്സാമിൻ ചെയ്യുക. എന്ന് വെച്ചാൽ the internal audit function may be assigned to review the means used to identify, recognize, measure, classify and report financial and operating information and to make specific inquiry into individual items. ഇതെന്താന്ന് വെച്ചാൽ the internal audit function may be assigned to review the means. ആരുടെ മീൻസ് ഇംപ്ലിമെന്റ് ചെയ്തത്? മീൻസ് ഇംപ്ലിമെന്റഡ് ബൈ മാനേജ്മെന്റ് എന്ന് വെച്ചാൽ അത് ഐഡന്റിഫൈ ചെയ്യാൻ റെക്കഗ്നൈസ് ചെയ്യാനെങ്കിൽ കുറെ മാനേജ് ഇംപ്ലിമെന്റ് ചെയ്യുന്ന സംഭവമാണ്. അത് റിവ്യൂ ചെയ്യും. എന്തിനു വേണ്ടി? അതാണ് മാനേജറിനെ എന്തിനു യൂസ് ചെയ്യുന്നത്? ഐഡന്റിഫൈ ചെയ്യാനും റെക്കഗ്നൈസ് ചെയ്യാനും മെഷർ ചെയ്യാനും ക്ലാസിഫൈ ചെയ്യാനും റിപ്പോർട്ട് ഫിനാൻഷ്യൽ ആൻഡ് ഓപ്പറേറ്റിംഗ് ഇൻഫർമേഷൻ. അതെന്താന്ന് വെച്ചാൽ നമ്മളിപ്പോൾ അക്കൗണ്ടിങ്ങിൽ ഒരു ട്രാൻസാക്ഷൻ ചെയ്യണമെങ്കിൽ ഇപ്പൊ നമ്മളൊരു സാധനം പർച്ചേസ് ചെയ്ത് ക്യാഷിന് പർച്ചേസ് ഫോർ റുപ്പീസ് 15,000 ഇൻ ക്യാഷ് എന്ന് പറയുന്ന നേരത്തെ നമ്മൾ ക്യാഷ് കൊടുത്ത് സാധനം പർച്ചേസ് ചെയ്ത്. സോ പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റ് ക്യാഷ് അങ്ങനെ നമ്മൾ എൻട്രി കൊടുക്കുന്നുണ്ട്. സോ അവിടെ നമ്മൾ പർച്ചേസ് ക്യാഷ് എന്ന് പറഞ്ഞ അക്കൗണ്ട് ഐഡന്റിഫൈ ചെയ്യുകയും അത് മെഷർ ചെയ്യുകയും എത്ര വാല്യൂ ഉണ്ടെന്ന്, പിന്നെ അത് റെക്കഗ്നൈസ് ചെയ്യുക. അത് എക്സ്പെൻസ് ആയിട്ട് നമ്മൾ പർച്ചേസ് ചെയ്യും. അസറ്റ് ആണെങ്കിൽ അസറ്റ് വാങ്ങിച്ചു, കമ്പ്യൂട്ടർ വാങ്ങിച്ചു. സോ കമ്പ്യൂട്ടർ അക്കൗണ്ട് ഡെബിറ്റ് ക്യാഷ് അവിടെ നമ്മൾ അത് ഐഡന്റിഫൈ ചെയ്തു. കമ്പ്യൂട്ടറും ക്യാഷും ആണ്, കമ്പ്യൂട്ടറാണ് വന്നതെന്നും ക്യാഷാണ് പോയതെന്നും അത് മെഷർ ചെയ്തു, അതിന് എത്ര വാല്യൂ ഉണ്ടെന്ന്. ഇതിനെ റെക്കഗ്നൈസ് അതൊരു അസറ്റായിട്ട് റെക്കഗ്നൈസ് ചെയ്യണമെങ്കിൽ നമ്മൾ പ്രോപ്പർട്ടി പ്ലാൻ ആസ് പെർ AS 10 പ്രോപ്പർട്ടി പ്ലാൻ PP അനുസരിച്ച് ആൻഡ് അസറ്റ് ഷുഡ് ബി റെക്കഗ്നൈസ് ആൻഡ് PP ഒന്ന് എന്തൊക്കെ 2 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ഒന്ന് പ്രോബബിൾ ഫ്യൂച്ചർ എക്കണോമിക് ബെനിഫിറ്റ് ഫ്ലോ ടു ദി എന്റർപ്രൈസ് ആൻഡ് കോസ്റ്റ് ഓഫ് ദി ഐറ്റം ക്യാൻ ബി മെഷർ റിലയബിളി. അത് ഫ്യൂച്ചറിൽ എൻറ്റിറ്റിക്ക് ഫ്യൂച്ചർ എക്കണോമിക് ബെനിഫിറ്റ്സ് ഉണ്ടാക്കുകയും ചെയ്യണം. ആ ഐറ്റത്തിന്റെ കോസ്റ്റ് നമുക്ക് മെഷർ ചെയ്യാൻ സാധിക്കണം. എന്നാൽ മാത്രമേ ഒരു അസറ്റായിട്ട് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ അങ്ങനെ കമ്പനി എന്ത് ചെയ്തു? മാനേജ്മെന്റ് അത് ഐഡന്റിഫൈ ചെയ്ത് അസറ്റ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്ത് റെക്കഗ്നൈസ് ചെയ്ത അസറ്റ് ആണ്, മെഷറിന് അതിന്റെ വാല്യൂ എത്രയാണ് മെഷർ ചെയ്ത്. ദെൻ പിന്നെ അത് എന്ത് ചെയ്യണം? റിപ്പോർട്ട്. ലാസ്റ്റ് സ്റ്റേജ് ആണ് ഓഡിറ്റിംഗ് റിപ്പോർട്ട് ഫിനാൻഷ്യൽ ആൻഡ് ഓപ്പറേറ്റിംഗ് ഇൻഫർമേഷൻ ആൻഡ് ടു മേക്ക് സ്പെസിഫിക് എൻക്വയറി ഇൻ ഇൻഡിവിജ്വൽ ഐറ്റംസ്. അതാണ് അവിടെ പറയുന്നത്. ദെൻ റിവ്യൂ ഓഫ് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്. റിവ്യൂ ഓഫ് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് ഇപ്പോൾ സപ്പോസ് നമുക്കിപ്പോൾ ഒരു ഓപ്പറേറ്റിംഗ് നോർമലി നമ്മൾ സപ്പോസ് ഇപ്പോൾ ഒരു കുറേ CA കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ടാവും. സോ അവരുടെ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി എന്താണ്? സ്റ്റുഡൻസ് ഉണ്ടാവും, അവർക്ക് ക്ലാസ് എടുക്കണം, കറക്റ്റായിട്ട് പോകുന്നുണ്ടോ അങ്ങനെയൊക്കെ ചെക്ക് ചെയ്യണം. സോ അതാണ് ഇവിടുത്തെ എക്സാമ്പിൾ. ഞാൻ പറയാം, എക്സാമ്പിൾ വെച്ച് ഇവാലുവേറ്റ് ചെയ്താൽ മതി. The internal audit function may be assigned to review the economy, efficiency and effectiveness of operating activities. അവിടെ നമ്മളിപ്പോൾ ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവിടുത്തെ എക്കണോമി മണി മാനേജ്മെന്റ് കറക്റ്റ് ആണെന്ന് നോക്കുക. എഫിഷ്യൻസി അവിടെ എഫിഷ്യൻസി മീൻസ് നല്ല കറക്റ്റ് ആയിട്ടാണ് യൂട്ടിലൈസേഷൻ അവിടെ നടക്കുന്നുണ്ടെന്ന് നോക്കുക. റിസോഴ്സസ്. ദെൻ എഫക്റ്റീവ്നെസ് അവിടെ അവർക്ക് ഗോൾ അച്ചീവ് ചെയ്യാനുണ്ടോ നോക്കുക. അതാണ് എഫിഷ്യൻസി മീൻസ് യൂട്ടിലൈസേഷൻ,
എഫക്റ്റീവ്നെസ് മീൻസ് വെദർ ദേ ആർ ഏബിൾ ടു അച്ചീവ് ദർ ഗോൾ. അതാണ്. സോ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ച് അവിടെ മണി മാനേജ്മെന്റ് കറക്റ്റ് ആണോ, റിസോഴ്സസ് നല്ല രീതിയിലാണ് യൂട്ടിലൈസ് ചെയ്യുന്നത് നോക്കുക, ദെൻ അവർക്ക് അവരുടെ ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ നോക്കത്തില്ലേ. സോ അതാണ് ഇവിടെ എന്താണ് ത്രിബിൾ ഓർത്തിരുന്നാൽ മതി. ഇതിൽ ഈ ക്യൂബ് എന്ന് ഓർത്തിരുന്നാൽ മതി. ഈ എന്ന് വെച്ചാൽ ഇയില് എക്കണോമി ഉണ്ട്, എഫിഷ്യൻസി ഉണ്ട്, എഫക്റ്റീവ്നെസ് ഉണ്ട് ഓഫ് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് ഇൻക്ലൂഡിങ് നോൺ ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ. നോൺ ഫിനാൻഷ്യൽ ആയിട്ടുള്ള അല്ലാത്ത ആക്ടിവിറ്റീസും ഇൻക്ലൂഡ് ചെയ്യും. ഓക്കെ, റിവ്യൂ ചെയ്യാൻ എക്കണോമി, എഫിഷ്യൻസി, എഫക്റ്റീവ്നെസ്. ദെൻ റിവ്യൂ ഓഫ് കംപ്ലൈൻസ് വിത്ത് ലോസ് ആൻഡ് റെഗുലേഷൻ എന്ന് വെച്ചാൽ ദ ഇന്റേണൽ ഓഡിറ്റ് ഫംഗ്ഷൻ ഈസ് അസൈൻഡ് ടു റിവ്യൂ കംപ്ലൈൻസ് വിത്ത് ലോസ്, റെഗുലേഷൻസ് ആൻഡ് അതർ എക്സ്റ്റേണൽ റിക്വയർമെന്റ്സ്. എന്ന് വെച്ചാൽ അവിടെ നിങ്ങൾ കുറെ നിയമങ്ങൾ ഉണ്ടാവും, റൂൾസ് ഉണ്ടാവും, റെഗുലേഷൻസ് ഉണ്ടാവും, എക്സ്റ്റേണൽ റിക്വയർമെന്റ്സ് ഉണ്ടാവും. അതെല്ലാം മാനേജ്മെന്റ് കംപ്ലൈ ചെയ്താണ് പോകുന്നത്, ഫോളോ ചെയ്താണ് പോകുന്നതൊക്കെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യും. ദാറ്റ്സ് ഇറ്റ്. ഇത്രയാണ് ഒബ്ജക്റ്റീവ്സ്. ഫസ്റ്റ് ടോപ്പിക്കിൽ ആദ്യം നമ്മൾ നോക്കിയത് ഇന്റേണൽ ഓഡിറ്റ് ഫംഗ്ഷന്റെ ഡെഫിനേഷൻ ആണ്. ഇന്റേണൽ ഓഡിറ്റ് ഫംഗ്ഷൻ ഡെഫിനേഷൻ അതൊരു എൻറ്റിറ്റിയുടെ ഒരു ഫംഗ്ഷൻ ആണ്. അത് CA ആക്ടിവിറ്റീസ് എന്ന് വെച്ചാൽ കൺസൾട്ടിംഗ് ആൻഡ് അഷുറൻസ് ആക്ടിവിറ്റി ആണ് ചെയ്യുന്നത്. അത് എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത്? എൻറ്റിറ്റിയുടെ ഗ്രിപ്പ്, ഗവർണൻസ്, റിസ്ക് മാനേജ്മെന്റ്, ഇന്റേണൽ കൺട്രോൾ പ്രോസസ്സ്, അതെല്ലാം ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി, ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് അത് ഇന്റേണൽ ഓഡിറ്റ് ഫംഗ്ഷൻ ഉള്ളത്. ദെൻ ഒബ്ജക്റ്റീവ്സ് പഠിച്ച് ആ ഗ്രിപ്പ് തന്നെയാണ് ഒബ്ജക്റ്റീവ്സ്. ആക്ടിവിറ്റീസ് റിലേറ്റഡ് ടു ഗവർണൻസ്, നെക്സ്റ്റ് വൺ ആക്ടിവിറ്റീസ് റിലേറ്റിംഗ് ടു റിസ്ക് മാനേജ്മെന്റ്, തേർഡ് വൺ ആക്ടിവിറ്റീസ് റിലേറ്റഡ് ടു ഇന്റേണൽ കൺട്രോൾ. അത് തന്നെയാണ് പറഞ്ഞത്. ഗവർണൻസിൽ വെദർ ദേ ആർ ഏബിൾ ടു, ഗവർണൻസ് പ്രോസസ്സ് എന്ത് ചെയ്യുക, അസസ് ചെയ്യുക, വെദർ ദേ ആർ ഏബിൾ ടു അക്കംപ്ലിഷ് ദർ ഗോൾസ്. Then activities relating to risk management, activities relating to risk management entity അസിസ്റ്റ് ചെയ്യും. എന്തിനാണ്, എന്തൊക്കെ റിസ്ക് അവിടെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്, എന്തൊക്കെ റിസ്ക് അവിടെ ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട്, അതൊക്കെ എൻറ്റിറ്റിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. വൺ മോർ ഓർമ്മ എനിക്കും പറഞ്ഞില്ലല്ലോ, സോറി ഞാൻ പറയാം. The internal audit function may perform procedures to assist the entity in detection of fraud. സോ ഇന്റേണൽ ഓഡിറ്റർ എന്തിനും കൂടെ സഹായിക്കുന്നുണ്ട്, അവിടെ എന്തെങ്കിലും ഫ്രോഡ് നടന്നിട്ടുണ്ടെങ്കിൽ അത് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി അവിടെ ഓഡിറ്റ് പ്രൊസീജിയേഴ്സും ഇന്റേണൽ ഓഡിറ്റർ അവിടെ എടുക്കുന്നുണ്ട്. അതാണ് അവിടെ പറയുന്നത്. ബട്ട് ഡിറ്റക്ഷൻ ഓഫ് ഫ്രോഡ് അസിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് വെച്ചാൽ, ഫ്രോഡ് എന്ന് വെച്ചാൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ മാതിരി ആയിരിക്കത്തില്ല. നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ പഠിച്ചു ഓഡിറ്റ് ഈസ് completely different from investigation. The sole object of the investigation is critically examine and find the mistake. അതാണ്. പക്ഷെ ഓഡിറ്റർ ഒരിക്കലും ഇൻവെസ്റ്റിഗേഷൻ അല്ല ചെയ്യുന്നത്. അവിടെ അക്കൗണ്ട്സ് ഉണ്ടെങ്കിലും മിസ്റ്റേക്ക് വരുമ്പോൾ അക്കൗണ്ട്സ് എടുത്ത് നോക്കും, അങ്ങനെ അറിയാൻ സാധിക്കും എന്തെങ്കിലും ഫ്രോഡ് നടന്നിട്ടുണ്ടെന്ന്. അതാണ് അവിടെ പറയുന്നത്. ദെൻ ആക്ടിവിറ്റീസ് റിലേറ്റഡ് ഇന്റേണൽ കൺട്രോൾ 3 പോയിന്റ്സ് ഉണ്ട്. ഒന്ന് ഇവാലുവേഷൻ ഓഫ് ഇന്റേണൽ കൺട്രോൾ, ദെൻ എക്സാമിനേഷൻ ഓഫ് ഫിനാൻഷ്യൽ ആൻഡ് ഓപ്പറേറ്റിംഗ് ഇൻഫർമേഷൻ, റിവ്യൂ ഓഫ് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്, ദെൻ റിവ്യൂ ഓഫ് കംപ്ലൈൻസ്, ലോസ് ആൻഡ് റെഗുലേഷൻ. ഇത്രയും ഡെഫിനിഷനിലും ഒബ്ജക്റ്റീവ്സിലും പറയുന്നത്. ദെൻ നെക്സ്റ്റ് പറയുന്നത് ദ വേസ് ഇൻ വിച്ച് എക്സ്റ്റേണൽ ഓഡിറ്റർ മേ മേക്ക് യൂസ് ഓഫ് ദി ഫംഗ്ഷൻ ഫോർ ദി പർപ്പസ് ഓഫ് ഓഡിറ്റ്. ഈ ഇന്റേണൽ ഓഡിറ്റ് ഫംഗ്ഷൻ ഓഡിറ്റിന് വേണ്ടി എങ്ങനെയാണ് എക്സ്റ്റേണൽ ഓഡിറ്റർ യൂസ് ചെയ്യുന്നത്? അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ദ എക്സ്റ്റേണൽ ഓഡിറ്റർ മേ മേക്ക് യൂസ് ഓഫ് ദി ഫംഗ്ഷൻ ഫോർ ദി പർപ്പസ് ഓഫ് ഓഡിറ്റ് ഇൻ വൺ ഓർ മോർ ഓഫ് ദി ഫോളോയിങ് വേസ്. എന്ന് വെച്ചാൽ എക്സ്റ്റേണൽ പുറമേ നിന്ന് വരുന്നൊരു ഓഡിറ്റ് ഉണ്ടല്ലോ, എൻറ്റിറ്റി ഓഡിറ്റ് ചെയ്യാൻ വേണ്ടി. സോ എക്സ്റ്റേണൽ ഓഡിറ്റർ ഓഡിറ്റിന് വേണ്ടി ഇന്റേണൽ ഓഡിറ്റ് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്ന രീതി എന്തിനാന്ന് വെച്ചാൽ, ഒന്ന് ടു obtain information which is relevant to external audit assessment or risk of material misstatement whether due to fraud or error. എന്ന് വെച്ചാൽ ROM എന്ന് വെച്ചാൽ റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെന്റ് അസസ് ചെയ്യാൻ വേണ്ടിയാണ് ഇന്റേണൽ ഓഡിറ്ററിന്. എക്സ്റ്റേണൽ ഓഡിറ്ററിന് റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെന്റ് അസസ് ചെയ്യാൻ വേണ്ടിയുള്ള അതിന് റെലവെന്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടാൻ വേണ്ടി ഇന്റേണൽ ഓഡിറ്റ് ഫംഗ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഓൾറെഡി ഇന്റേണൽ ഓഡിറ്റർ വർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. സോ അതിന് വേണ്ടി റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെന്റ് അസസ് ചെയ്യാൻ വേണ്ടി ആവശ്യമുള്ള എന്തെങ്കിലും ഇൻഫർമേഷൻ ഉണ്ടോ എന്ന് എക്സ്റ്റേണൽ ഓഡിറ്റർ ചെക്ക് ചെയ്യും. then using the work of internal audit function already വർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. They may decide to use work that has been performed by the internal audit function. Internal auditor വർക്ക് ചെയ്ത് വെച്ചാൽ ഓൾറെഡി ചെയ്ത് വെച്ച വർക്ക് ആര് യൂസ് ചെയ്യും? എക്സ്റ്റേണൽ ഓഡിറ്റർ യൂസ് ചെയ്യും. ദെൻ യൂസിങ് ഡയറക്റ്റ് അസിസ്റ്റൻസ്, നേരിട്ട് അയാളെ കൊണ്ട് പണിയെടുപ്പിക്കും. അതാണ്. The external auditor may use internal auditor perform audit procedures under the direction, supervision, review of external auditor. DSR, direction, supervision. The external auditor using direct assistance definition തന്നെയാണ് ഇത്. External auditor may use internal auditors to perform audit procedures under the direction, supervision, review of the external auditor. അതാണ് അതിൽ പറയുന്നത്.
നെക്സ്റ്റ് ഇത്രയാണ് ഏതൊക്കെ രീതിയിലാണ് എക്സ്റ്റേണൽ ഓഡിറ്റർ ഈ ഇന്റേണൽ ഓഡിറ്റ് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. ടു ഒബ്റ്റെയിൻ ഇൻഫർമേഷൻ വിച്ച് ഇസ് റെലവൻറ്റ് ടു എക്സ്റ്റേണൽ ഓഡിറ്റ് അസസ്മെന്റ് ഓഫ് റിസ്ക് ഓഫ് മെറ്റീരിയൽ സ്റ്റേറ്റ്മെന്റ് വെദർ ഡ്യൂ ടു ഫ്രോഡ് ആൻഡ് എറർ. Then using direct assistance, external auditor may use internal auditor to perform procedures under the direction, supervision, review of external auditor, and then using the work of internal audit function. Then scope of SA 610. നമ്മൾ നേരത്തെ പറഞ്ഞ 2 പോയിന്റ്സ് തന്നെയാണ് ഇവിടെ പറയും. സ്കോപ്പ് ഓഫ് SA 610 ഇറ്റ്സ് എ റെസ്പോൺസിബിലിറ്റി, ഇറ്റ് ഡീൽസ് വിത്ത് ദി റെസ്പോൺസിബിലിറ്റി ഓഫ് ദി എക്സ്റ്റേണൽ ഓഡിറ്റർ ഇഫ് യൂസിങ് ദ വർക്ക് ഓഫ് ഇന്റേണൽ ഓഡിറ്റേഴ്സ്. ഇന്റേണൽ ഓഡിറ്ററിന്റെ വർക്ക് യൂസ് ചെയ്യുമ്പോൾ എക്സ്റ്റേണൽ ഓഡിറ്ററിന്റെ റെസ്പോൺസിബിലിറ്റി എന്തൊക്കെയാണ് അതാണ് ഇവിടെ ഡീൽ ചെയ്യുന്നത്. ഒന്ന്, യൂസിങ് ദ വർക്ക് ഓഫ് ഇന്റേണൽ ഓഡിറ്റ് ഫംഗ്ഷൻ ഇൻ ഒബ്റ്റെയിനിങ് ഓഡിറ്റ് എവിഡൻസ് ആൻഡ് യൂസിങ് ഇന്റേണൽ ഓഡിറ്റേഴ്സ് ടു പ്രൊവൈഡ് ഡയറക്റ്റ് അസിസ്റ്റൻസ് അണ്ടർ ദി ഡയറക്ഷൻ, സൂപ്പർവിഷൻ ആൻഡ് റിവ്യൂ ഓഫ് എക്സ്റ്റേണൽ ഓഡിറ്റർ. അതാണ് ഇവിടെ പറയുന്നത്. ആ 2 പോയിന്റ്സ് തന്നെ ഇവിടെ എടുത്ത് പറയുന്നത്. ദെൻ ഈ പ്രാവശ്യം ജാനുവരി 2025 ചോദിച്ച ക്വസ്റ്റ്യൻ ഇതാ. ജാനുവരി 2025 ഈ ക്വസ്റ്റ്യൻ ഓഡിറ്റിംഗിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എക്സ്റ്റേണൽ ഓഡിറ്റേഴ്സ് റെസ്പോൺസിബിലിറ്റി ഫോർ ദി ഓഡിറ്റ്. ദ എക്സ്റ്റേണൽ ഓഡിറ്റർ ഹാസ് സോൾ റെസ്പോൺസിബിലിറ്റി ഫോർ ദി ഓഡിറ്റ് ഒപ്പീനിയൻ എക്സ്പ്രസ്ഡ്. എന്ന് വെച്ചാൽ ഒരു എക്സ്റ്റേണൽ ഓഡിറ്റർ വന്ന് ഓഡിറ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ അയാൾ അവിടെ ഒരു ഒപ്പീനിയൻ എക്സ്പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒപ്പീനിയൻ മേലുള്ള എല്ലാ റെസ്പോൺസിബിലിറ്റി ആർക്കാണ്? എക്സ്റ്റേണൽ ഓഡിറ്ററിനാണ്. അതല്ലാതെ ഇന്റേണൽ ഓഡിറ്ററിന് വർക്ക് ചെയ്തപ്പോഴാണ് എനിക്ക് ഇങ്ങനത്തെ ഒരു ഒപ്പീനിയൻ പറയാൻ സാധിച്ചത്, അത് ഇന്റേണൽ ഓഡിറ്റർ കാരണമാണ് എന്നൊന്നും ആർക്ക് പറയാൻ സാധിക്കത്തില്ല. എക്സ്റ്റേണൽ ഹി ഈസ് ദ സോൾ റെസ്പോൺസിബിലിറ്റി ഫോർ ദി ഓഡിറ്റ് ഒപ്പീനിയൻ എക്സ്പ്രസ് ആൻഡ് that responsibility is not reduced by external auditor use of the work of the internal audit function or internal auditors to provide direct assistance on the engagement. അത് തന്നെയാണ് അയാളുടെ വർക്ക് ഉപയോഗിച്ചുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ വന്നത് എന്ന് പറഞ്ഞാൽ അയാളുടെ റെസ്പോൺസിബിലിറ്റി കുറയോ ഇല്ല. ഹു ഈസ് ഓൺലി റെസ്പോൺസിബിൾ? ഓൺലി എക്സ്റ്റേണൽ ഓഡിറ്റർ ആർ റെസ്പോൺസിബിൾ ഫോർ ദി ഓഡിറ്റ് ഒപ്പീനിയൻ എക്സ്പ്രസ്. ഡൺ. ഇന്റേണൽ ഡേ മേ പെർഫോം എന്ന് വെച്ചാൽ സിമിലർ ടു പെർഫോം ഇന്റേണൽ ഓഡിറ്റർ ദേ മീൻസ് ഇന്റേണൽ ഓഡിറ്റർ ആണ് ഉദ്ദേശിക്കുന്നത്. They may perform audit procedures similar to those performed by external auditor. Neither the internal audit function nor the internal auditors are independent of the entity as is record of the external auditor in an audited finance statement in accordance with SA 200. എന്ന് വെച്ചാൽ ഇന്റേണൽ ഓഡിറ്റർ എക്സ്റ്റേണൽ ഓഡിറ്റർ ചെയ്യുന്ന അതേ ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് ഇന്റേണൽ ഓഡിറ്ററും വർക്ക് ചെയ്യുമെങ്കിലും SA 200 പ്രകാരം SA 200 പറഞ്ഞു. നമ്മൾ SA 200 എന്താ? ഓവറോൾ ഒബ്ജക്റ്റീവ് ഓഫ് ഇന്റേണൽ ഓഡിറ്റ് ആൻഡ് ഇൻഡിപെൻഡന്റ് ഓഡിറ്റർ ആൻഡ് കണ്ടക്ട് ഓഫ് ഓഡിറ്റ് ആസ് പെർ സ്റ്റാൻഡേർഡ്സ് ഓഫ് ഓഡിറ്റിംഗ്. സോ അവിടുത്തെ ഒബ്ജക്റ്റീവ് ടു ഒബ്റ്റെയിൻ റീസണബിൾ അഷ്വറൻസ് ദാറ്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഹാസ് എ ഹോൾ ആർ ഫ്രീ ഫ്രം മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെന്റ് വെദർ ഡ്യൂ ടു ഫ്രോഡ് ആൻഡ് എറർ, enabling the auditor to expressing an opinion on finance statements are prepared as per applicable financial reporting framework and to report on the finance statements and communicate as per standards in accordance with the auditor's findings. അതാണ് SA 200 പറയുന്നത്. സോ അതേപോലെ അല്ല ഇന്റേണൽ ഓഡിറ്റർ എന്നാണ് പറയുന്നത്. അയാൾക്കവിടെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കാര്യങ്ങളൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല. ഇൻഡിപെൻഡൻസ് മീൻസ് ദ ജഡ്ജ്മെന്റ് ഓഫ് എ പേഴ്സൺ ഈസ് നോട്ട് സബോർഡിനേറ്റ് ടു ദി വിഷ്വസ് ഓർ ഡയറക്ഷൻ ഓഫ് ദി അനദർ പേഴ്സൺ. ഇൻഡിപെൻഡൻസ് അയാൾക്ക് അയാളുടേതായ വ്യക്തിത്വം ഉണ്ടാകും എന്ന് വെച്ചാൽ അയാൾക്ക് അയാളുടേതായ ഇൻഫ്ലുവൻസ് ഉണ്ടാകും. അവിടെ എന്ത് പാടില്ല? കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ടാവരുത്, അൺഡു ഇൻഫ്ലുവൻസ് ഉണ്ടാവരുത്, ബയസ്ഡ് ആവരുത്. അതൊക്കെയാണ് ഇൻഡിപെൻഡൻസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഒബ്ജക്റ്റിവിറ്റി ഉണ്ടാവും, തേർഡ് ഒബ്ജക്റ്റിവിറ്റി ഉണ്ടാവരുത്. ഇവിടെ ഇന്റേണൽ ഓഡിറ്റർക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അവിടെ ചെയ്യാൻ സാധിക്കില്ല. എന്ത് പ്രകാരം? ആസ് പെർ AS 200 പ്രകാരം. അതാണ് ഇവിടെ പറയുന്നത്. ഇത്രയുള്ള ഈ നെക്സ്റ്റ് ടോപ്പിക് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഇഷ്ടപ്പെടണമെങ്കിൽ